ഹലോ, ഇന്ന് പുട്ടാണ് കേട്ടോ. ഇന്ന് ഞാൻ സ്റ്റീമിലാണ് ഉണ്ടാക്കി നോക്കിയത് കേട്ടോ. കാരണം ഇതാകുമ്പോൾ സുഖമാണ്. മറ്റേ പുട്ടുപാത്രത്തിൽ ഓരോരുത്തർക്ക് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ആകെ കുഴയും. ഇന്നാണെങ്കിൽ എൻ്റെ മുടി ഒന്ന് ശരിയാക്കണം എന്ന് കരുതിയിട്ടേ അപ്പോൾ വേഗം സ്റ്റീമിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അന്നൂസിനും കറി പറ്റൂല. അപ്പോൾ പപ്പടവും കുറച്ച് തേങ്ങാപ്പാലും പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സുഖമായിട്ട് കഴിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കിയത്. തേങ്ങാപ്പാൽ ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങാപ്പാൽ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും അതന്നെ കൂട്ടി. പിന്നെ എൻ്റെ മുടി ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ, ഒന്ന് കളർ ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇപ്പം ഞാൻ ഈ കളറും ചെയ്യും, അതേപോലെ എന്താ പറയുക, ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യും. ആദ്യം ഇതൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ കളറൊന്നും ചെയ്യില്ല. ആകെ എണ്ണയും തേച്ച് അങ്ങോട്ട് കുളിച്ച് ഒരു വിധമായി കിട്ടും. ഇതാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ മുടി. ഈ ഫോട്ടോയിൽ ഇത് എൻ്റെ രണ്ടാമത്തെ മോന് വയറ്റിലുണ്ടായിരുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് കണ്ടില്ല എനിക്ക് എത്ര മുടിയുണ്ട് നോക്കി ഒത്തിരി ഉണ്ടായിരുന്നു. മുട്ടിൻ്റെ അത്രയും ഉണ്ടായിരുന്നു കേട്ടോ മുടി. അപ്പോൾ ഇതെങ്ങനെ പോയെന്നറിയോ? ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഈ കസാരയിൽ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇരുന്ന സമയത്ത് എൻ്റെ വലിയ ആളില്ലേ ഇന്നൂസ് ബ്ലൂ ഗണ്ണ് അച്ചായ എന്തോ കാറിന് കണ്ണാടി എന്തോ ഒട്ടിക്കാൻ വേണ്ടി ബ്ലൂ ഗണ്ണ് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവൻ അതെടുത്തിട്ട് കസാരയിൽ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് വിശാലമായിട്ട് കസാരയിൽ ഇങ്ങനെ ചാരി ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ മുടി മൊത്തം ആ ഗമ്മിൽ ഒട്ടിപ്പിടിച്ച് ആകെ മുടിയെല്ലാം മുറിച്ചങ്ങോട്ട് എടുത്തുട്ടോ. അത്ര മുടി അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ വേറെ ഒരു വഴിയില്ല, എന്താ വെച്ചാൽ എടുക്കാനൊന്നും പറ്റൂല. എല്ലാം കൂട്ടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോയി. പിന്നെ ഒരു രക്ഷയില്ല, എല്ലാം മുറിച്ചെടുക്കേണ്ടി വന്നു. പിന്നെ വളർന്നതാണ്, ഇത്രയും കൂടി ഉണ്ടായിരുന്നില്ല മുടിയൊക്കെ. ഡെലിവറി സമയത്ത് എല്ലാവരും കുട്ടീനെ കാണാനല്ല വന്നത്, എല്ലാവരും എൻ്റെ മുടി പോയി എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് സന്തോഷത്തിലും കുറേ പേര് സങ്കടത്തിലും വന്നിട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.